ഇന്ന് നമുക്ക് എഫേസ്യർക്കെതിരെ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം മുതൽ തുടരാം. 5-ാമത്തെ വാക്യം, ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടെയും വിറയലോടെയും കൂടി അനുസരിക്കുകയും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയാലല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ടും അനുസരിക്കുകയും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടുകൊണ്ടിരുന്നത്, നമ്മൾ 5-ാം അധ്യായം ആയിരുന്നല്ലോ കൂടുതലും കവർ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നിങ്ങൾ അന്യോന്യം കീഴടങ്ങിയിരിക്കുവീൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് നമ്മളുടെ വ്യക്തിപരമായിട്ട് ഉള്ള നമ്മുടെ ഓരോ റിലേഷൻസിനെ കുറിച്ചായിരുന്നു നമ്മൾ കണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് നമുക്കറിയാം, ഒരു സഭയുടെ ബേസിക് യൂണിറ്റ് ആയിരിക്കുന്ന അടിസ്ഥാനപരമായ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്. ഫാമിലിയിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, അതിൻ്റെ നിർദ്ദേശങ്ങൾ, അതായത് ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള നിർദ്ദേശത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അവിടെ എങ്ങനെയാണ് പരസ്പരം കീഴടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് കണ്ടു. അതുപോലെ പിന്നീട് നമ്മൾ അടുത്ത ലെവലിലേക്ക് കടന്നത് പേരൻസും മക്കളും എന്നുള്ള നിലയിൽ, മക്കൾ എങ്ങനെയാണ് പേരൻസിനോട്, പേരൻസ് എങ്ങനെയാണ് മക്കളോട്, അവരെ കർത്താവിൽ വളർത്തുന്നതിനുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ അല്പമായിട്ട് കാണുവാനായിട്ടിടയായി. ഇനിയും മൂന്നാമത്തെ മറ്റൊരു മേഖല, അതായത് നമ്മൾ ഒരുപാട് സമയം, നമ്മുടെ സമയയുടെ ഒരു നല്ല ശതമാനം സമയവും ചെലവഴിക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് നമ്മുടെ കർമ്മമണ്ഡലം അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന മേഖലകൾ, അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം. അപ്പം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നാം അവിടെ പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാർ കാണും. ഒന്നെങ്കിൽ അവിടുത്തെ യജമാനനായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ദാസൻ. നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഒരു തർജ്ജിമ വന്നത് ദാസൻ. കാരണം ഇംഗ്ലീഷിലും പറഞ്ഞിരിക്കുന്നത് സ്ലേവ്സ് ആൻഡ് മാസ്റ്റേഴ്സ്. അപ്പോൾ ഇത് ഒരു അങ്ങനെ തന്നെയാണ്, തർജ്ജിമയ്ക്ക് ഒരു വ്യത്യാസവുമില്ല. പക്ഷേ ഇന്നത്തെ പുതിയ ട്രാൻസ്ലേഷൻസിൽ ചിലർക്ക് ഈ സ്ലേവ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് അവരതിനെ സെർവൻ്റ് എന്ന് തർജ്ജിമ ചെയ്യുന്നുള്ളൂ. യഥാർത്ഥത്തിൽ സ്ലേവ് എന്ന് തന്നെയാണ്. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ വേർഡിൻ്റെ അർത്ഥങ്ങളൊന്നും കാലം മാറുന്നതിനനുസരിച്ച് മാറ്റാനൊന്നും കഴിയുകയില്ല. അപ്പോൾ സ്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മീനിങ്ങേ ഉള്ളൂ, ഒരു റൈറ്റ്സും ഇല്ലാതെ യജമാനന് കീഴിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഇന്ന് നമ്മളിത് വായിക്കുമ്പം നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നമ്മൾ എങ്ങനെ പെരുമാറണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ ക്ലിയറായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ദാസന്മാർ. അപ്പോൾ അതായത് ഞാനിപ്പം ഓർപ്പിച്ചതുപോലെ, നമ്മൾ ഒരു പക്ഷേ ഒരു ആർക്കെങ്കിലും കീഴിൽ നമ്മൾ ജോലി ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കൊരു മേലധികാരികളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം യജമാനൻ്റെ റോളിലായിരിക്കും, നമ്മുടെ കീഴിൽ ഒരുപാട് ജീവനക്കാരുണ്ടാകും. ഇവിടെ എങ്ങനെയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പെരുമാറേണ്ടത്? അയാൾ ദാസനായാലും യജമാനായാലും അയാൾ പെരുമാറേണ്ട ഒരു ചട്ടം ദൈവത്തിൻ്റെ വേർഡ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു യജമാനോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ദാസനോ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. അപ്പം ദാസന്മാർക്ക് കൊടുത്തേക്കുന്ന നിർദ്ദേശത്തിൽ നമ്മളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം മിക്കവാറും നമ്മളെല്ലാവരും എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പം നമുക്ക് മേളിൽ ഒരു മേലധികാരി എന്തായാലും ഉണ്ടാവും. അപ്പം ഓരോ ദാസന്മാരോടും ദൈവം പറയുകയാണ്, ബി ഒബീഡിയൻറ്റ് ടു ദോസ് ഹു ആർ യുവർ മാസ്റ്റേഴ്സ്. നിങ്ങളുടെ യജമാനന്മാർക്ക് നിങ്ങൾ അനുസരണമുള്ളവരായി തീരുക. അപ്പോൾ ഇത് ദൈവം പറയുമ്പോൾ ദൈവം ക്ലിയറായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു പോയിന്റ്, നമ്മുടെ മേളിൽ ഒരു മേലധികാരിയെ ആക്കിയത് ദൈവമാണ്. അയാളൊരു പക്ഷേ ക്രൂരനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കരുണ കാണിക്കുന്നവനായിരിക്കും. എന്തും ആയിക്കോട്ടെ, രണ്ടായാലും നമ്മളെ ദൈവം ഒരു സ്ഥലത്താക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലധികാരിയുടെ ക്വാളിറ്റി എന്ത് തന്നെ ആയാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തെ അവിടെ ആക്കിയത് ദൈവം തന്നെയാണ്. അവിടെ എങ്ങനെയായിരിക്കണം? ബി ഒബീഡിയൻറ്റ്, നിങ്ങൾ അനുസരണമുള്ളവരായിരിക്കുക. എങ്ങനെ? വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിങ്, ഭയത്തോടെയും വിറയലോടെയും. ഇൻ ദ സിൻസിയറിറ്റി ഓഫ് യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയോടുകൂടി. അപ്പം നമുക്കൊരു പക്ഷേ ഭയങ്കര ചാലഞ്ചിങ് ആണ്. കാരണം ചിലപ്പം നമുക്ക് മനസ്സുകൊണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു മേലധികാരിയുടെ കീഴിലായിരിക്കും നമ്മൾ ചെന്നപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇത് ഗവൺമെൻറ് ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുമ്പം ട്രാൻസ്ഫറായി മാറി വരുമ്പോൾ ചിലപ്പം നല്ല
മേലധികാരിയുടെ കീഴിലിരുന്നിട്ട് പെട്ടെന്ന് ചെല്ലുമ്പം വളരെ ടഫും വളരെ ഒരു മനസാക്ഷിയില്ലാത്ത ചില മേലധികാരികൾക്ക് കീഴിലൊക്കെ ചെന്ന് നിൽക്കേണ്ടി വരുമ്പം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ക്വാളിറ്റി എന്ത് തന്നെയായാലും ദൈവമാണ് അവരെ അവിടെ ആക്കിയിരിക്കുന്നത്. അവരോട് നിങ്ങൾ ഭയത്തോടെയും വിറയലോടുകൂടിയും ഹൃദയ പരമാർത്ഥതയോടുകൂടിയും വേണം നിങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പം നമുക്ക് ഏറ്റവും വലിയ ചലഞ്ച് അതാണ്. ഈ യജമാനൻ പെർഫെക്റ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് അയാൾക്ക് ഇതുപോലെ അയാളോട് ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നത്? കാരണം കർത്താവ് ഇവിടെ ആവശ്യപ്പെട്ടേക്കുന്നത് അയാളുടെ മുമ്പിൽ അയാളെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാനല്ല, ക്രിസ്തുവിനെന്ന പോലെ ചെയ്യുക, ആസ് ടു ക്രൈസ്റ്റ്. ഇപ്പോൾ ക്രിസ്തുവാണ് നിങ്ങളെ അവിടെ ആക്കിയിരിക്കുന്നതെങ്കിൽ ക്രിസ്തുവിന് ഒരു ഒറ്റ ഒബ്ജക്റ്റീവേ ഉള്ളൂ, അവിടെ കർത്താവിനെ നിൻ്റെ പ്രവൃത്തി കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ടാണ് തുടർന്ന് പറയുകയാണ്, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെയല്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ആംബിയൻസ് ഒക്കെ ടഫാകുമ്പോൾ പിന്നെ നമ്മളൊരു വളരെ യാന്ത്രികമായിട്ട് ജോലി ചെയ്ത് ഒരു ആത്മാർത്ഥതയും ഇല്ലാതെയൊക്കെ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന പോലെയല്ല, ദൃഷ്ടി സേവയാലുമല്ല. അതായത് ആളുകളെ ആളുകൾ കാണുമ്പോൾ നല്ലപോലെ ജോലി ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഉഴപ്പി ജീവിക്കുക എന്നുള്ളതല്ല. ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്ത്. സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ദൈവേഷ്ടം മനസ്സോടെ ചെയ്ത് മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിക്കുകയും. അപ്പോൾ ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മൾ ആ മാസ്റ്ററിനെ പ്രീതിപ്പെടുത്താനും ഒന്നുമല്ല നമ്മളവിടെ വേല ചെയ്യുന്ന എന്നെ ആക്കിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് എൻ്റെ വേലയിൽ പ്രസാദം തോന്നണം. അവിടെ എൻ്റെ സഹപ്രവർത്തകർക്ക് ഞാൻ ഈ ജോലി ചെയ്യുന്നത് ഇഷ്ടപ്പെടുമോ, സഹപ്രവർത്തകർക്ക് ഇഷ്ടമാകുമോ, അല്ലെങ്കിൽ അവരുടെ അനിഷ്ടങ്ങളോ ഒന്നും നോക്കാനല്ല ദൈവത്തിൻ്റെ വേർഡ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെങ്ങനെ ജോലി ചെയ്യണം, സഹപ്രവർത്തകർ ഇങ്ങനെയല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെയല്ല, അങ്ങനെയൊന്നും ആത്മാർത്ഥമായിട്ടല്ല ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മുടെ ആത്മാർത്ഥത കൈവിടാൻ നമുക്കൊരനുവാദവും ഇല്ല എന്നുള്ളത് ഈ സമയത്ത് ഓർക്കുക. ഇനിയും അടുത്ത വേർഡിൽ 8-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് കർത്താവിന് എന്ന പോലെ ചെയ്യുമ്പോൾ ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്നും പ്രതിഫലം പ്രാപിക്കുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഇവിടെ നമുക്കിതിൻ്റെ പ്രതിഫലവും കാര്യങ്ങളും എല്ലാം, നമ്മുടെ ആനുകൂല്യങ്ങളും നമ്മുടെ അവകാശങ്ങളും എല്ലാം നൽകുന്നത് ദൈവമാണെന്ന് ഓരോ പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഓരോ വിശ്വാസിയും മനസ്സിലാക്കണം. നമ്മുടെ ഓരോ കാര്യങ്ങളും തരുന്നതും നമ്മുടെ ശമ്പളമായിക്കോട്ടെ, നമുക്ക് മറ്റു സർവീസ് സംബന്ധിച്ചുള്ള എന്ത് ആനുകൂല്യമായിക്കൊള്ളട്ടെ, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ദൈവമാണ്. നമ്മുടെ ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഒരു പ്രൊമോഷൻ തടയപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ ദൈവത്തോടാണ് നമുക്ക് കാര്യമുള്ളത്. അതിനെതിരെ പ്രതികരിക്കാനും അതിനെതിരെ യുദ്ധം ചെയ്യാനും അതിനെതിരെ സമരം ചെയ്യാനും ഒന്നും നമുക്ക് അനുവാദമില്ല. കാരണം നമുക്ക് ഈ യജമാനന് മേളിലൊരു യജമാനനുണ്ട്. അതാണ് നമ്മൾ അടുത്ത വേർഡ് വായിക്കാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് വരാം. യജമാനന്മാരെ ഇനി യജമാനന്മാർക്ക് കൊടുക്കുന്ന, ഒരുപക്ഷെ നമ്മൾ ഇന്ന് കേൾക്കുന്നത്, നമ്മൾ ചില സ്ഥാപനത്തിൽ മേലധികാരിയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജീവനക്കാരോട് പെരുമാറേണ്ടത്? യജമാനന്മാരെ അവരവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ട് എന്ന് അവൻ്റെ പക്കൽ മുഖപക്ഷമില്ല എന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുവിൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും യജമാന സ്ഥാനത്ത് അല്ലെങ്കിൽ മേലധികാര സ്ഥാനത്തിരിക്കുന്നവർ പലപ്പോഴും പല ത്രട്ടനിങ് ചെയ്ത് വളരെ ഭീഷണിപ്പെടുത്തിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ദൈവം പറയാണ്, ഭീഷണി അവോയ്ഡ് ചെയ്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ യജമാനൻ്റെ ഒരു പവർ കാണിക്കുമ്പം നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് മീതെ ഒരു യജമാനനുണ്ട്. അപ്പം കർത്താവിന് നിരക്കാത്തതായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ കീഴ് ജീവനക്കാരോട് ചെയ്യരുത്. മനസ്സാക്ഷിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ചില യജമാനന്മാർ ചെയ്യുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നിയമം വിട്ട് ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നൊന്നുമല്ല, അങ്ങനത്തെ ഒരു കാര്യവുമല്ല. പക്ഷേ ചിലയിടത്ത്
മാനുഷിക പരിഗണന കാണിക്കേണ്ടടുത്ത്, അർഹതയുള്ളിടത്ത് അതൊക്കെ ആ യജമാനന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഓർക്കുക. എന്തോർക്കുമ്പോൾ അത് സാധ്യമാവും. നമുക്കും ഇത് ഒരു യജമാനുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവനക്കാരോട് ഇടപെടുമ്പം, എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഓരോ ജീവനക്കാരോട് ഇടപെടുമ്പോഴും ഓർക്കണം, അവരോട് ന്യായമായിട്ടും നീതിയോടുകൂടിയും എനിക്ക് പ്രവർത്തിച്ചേ മതിയാവും. ആ ഒരു നിർദ്ദേശമാണ് ദൈവം ഇവിടെ തന്നിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇവിടെ ദൈവം യജമാനന്മാരോട് പറയുകയാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം രണ്ട് തട്ടിൽ നമ്മൾ ആളുകളെ കാണരുത്. എല്ലാവർക്കും ഒരേ നീതി തന്നെ ഉള്ളൂ. അല്ലാതെ നമ്മളോട് കൂടുതൽ നമ്മളോട് മമത കാണിക്കുന്നവരോടും നമ്മളോട് ഒരുപാട് അടുപ്പം കാണിക്കുന്നവരെ ഒരു സ്പെഷ്യൽ കൺസെഷനും അല്ലാത്തവർക്ക് അത് കൊടുക്കാതിരിക്കുന്നു ഒക്കെ ദൈവത്തിൻ്റെ സന്നിധി വളരെ തെറ്റാണ്. ഇപ്പം ചിലപ്പോൾ നമ്മളോട് റൂഡായിട്ട് പെരുമാറിയ ഒരു ജീവനക്കാരനായിരിക്കും, പക്ഷേ ഒരു ആനുകൂല്യത്തിൻ്റെ കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു നീതിയുടെ കാര്യം വരുമ്പോൾ, ഇതൊന്നും ആ നീതി അദ്ദേഹത്തിന്, ആ മനുഷ്യന് നൽകുന്നതിന് ഒരു തടസ്സം ആകരുത് എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞത്. അതുപോലെ തന്നെ പറയുകയാണ്, ഭീഷണി അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മളുടെ ദൈവം നമ്മളെ ഒരു കാര്യവും ഭീഷണിപ്പെടുത്തിയല്ല ചെയ്യുന്നത്, സ്നേഹത്തിലൂടെ നമ്മളോട് ചെയ്യുന്നെങ്കിൽ ദൈവം ഇത് തന്നെയാണ് യജമാനന്മാർക്കും കൊടുത്തേക്കുന്ന നിർദ്ദേശം. ഇനി നമുക്ക് അതിൻ്റെ 10ാമത്തെ വാക്യത്തിലേക്ക് ഇറക്കാം. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ 3 മേഖലകളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞു. 1 നമ്മുടെ കുടുംബം, 2 മക്കളും ആയിട്ടുള്ള ബന്ധം, 3 നമ്മുടെ പ്രവർത്തന മേഖലകൾ. ഇത് കഴിഞ്ഞിട്ട് ടോട്ടലി വേറൊരു സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ 10ാമത്തെ വാക്യം, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. ഇനി നമ്മളോട് പറയുകയാണ്, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് മൈറ്റ്. അപ്പം നമ്മുടെ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുക. ഇത്രയും നിർദ്ദേശം കഴിഞ്ഞിട്ട് ദൈവം നമ്മളോട് പറയുകയാണ്, എന്തിനോ ഒരു പ്രിപ്പറേഷന് വേണ്ടി എന്നുള്ള നിലയിലാണ്. നമുക്ക് ആ വാക്യം വായിച്ചാൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരുക്കം, അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും. നമുക്ക് അടുത്ത വചനം കൂടി വായിക്കാം. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ പിശാചിനെതിരെ ഒരു പോരാട്ടത്തെക്കുറിച്ച് പറയുകയാണ്. അതിന് മുന്നോടിയായിട്ട് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുക. ഈ സർവായുധവർഗം ധരിക്കുക എന്ന് പറഞ്ഞാൽ യു ആർ പ്രിപ്പയർഡ് ടു മേക്ക് വാർ എഗെയിൻസ്റ്റ് ദ ഡെവിൾ. പിശാചിൻ്റെ സകലവിധ തന്ത്രങ്ങളെയും എതിർക്കുവാൻ തക്കവണ്ണം നമ്മൾ സജ്ജരായി കഴിഞ്ഞു. അപ്പോൾ ഇതാ നമുക്കൊന്നുകൂടി ആ 10ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തപ്പെടുകയും. അപ്പം എന്താണ് ഈ കർത്താവിലും അവൻ്റെ അമിതബലം? ഒടുവിൽ എന്ന് പറഞ്ഞൊരു വാക്ക് നമുക്കറിയാം. നമുക്ക് ഈ 5ാം അധ്യായത്തിൻ്റെ ആ ഒരു രീതി നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടവർ അവർ അന്യോന്യം കീഴടങ്ങിയിരിക്കുവിൻ. ഏതൊക്കെ മേഖലകളിൽ കീഴടങ്ങിയിരിക്കണം? ഇപ്പം നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ ഉണ്ടാവണം, പ്രവർത്തന മേഖലകളിലുണ്ടാവണം. അപ്പം ഇതൊക്കെ ആയി കഴിഞ്ഞ ഒരു വ്യക്തി, ഇവിടെയൊക്കെയും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി, അയാളോട് പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടും കർത്താവിൽ ആശ്രയിക്കുക. ഈ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം, ഇപ്പം നമ്മൾ കേട്ട നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ സ്വതവേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ബലവും നമുക്ക് വേണം. ഇങ്ങനെ നമ്മൾ അതിൽ സജ്ജരായാൽ ദൈവത്തിൻ്റെ വേർഡ് പറയാം, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും. അപ്പം നമ്മൾ ഈ എഫെസ്യ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, 1 മുതൽ 3 വരെയുള്ള അധ്യായത്തിൽ എന്താണ് നമുക്ക് ദൈവത്തോടുള്ള സ്റ്റാൻഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. 1 മുതൽ ദൈവം നമ്മളെ മുന്നമേൽ വിളിച്ചു, നമ്മളെ സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് നിറച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ 1 മുതൽ 3 വരെയുള്ള അധ്യായത്തിൽ കണ്ടത്. നമ്മൾ ക്രിസ്തുവേശുവിലൂടെ നമ്മൾ അവൻ്റെ കൂട്ടവകാശികളാണെന്നും
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ആത്മീയമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 4, 5, 6 അധ്യായത്തിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ വാക്യം വരെയും ഒരു വ്യക്തിപരമായി, ഇപ്പം 4-ാം അധ്യായമൊക്കെ വരുമ്പോഴത്തേന് ഇൻഡിവിജ്വലായിട്ടൊരു ഒരു വ്യക്തിപരമായിട്ടൊരു ക്രിസ്ത്യൻ എങ്ങനെയായിരിക്കണം, അവൻ എങ്ങനെ ജീവിക്കണം, അവൻ്റെ ഹ്യൂമിലിറ്റിയെക്കുറിച്ചും അവൻ എത്രയും താഴ്ന്ന് ജീവിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. 5-ാം അധ്യായത്തിലാണ് നമ്മൾ കണ്ടു അവൻ്റെ ഭവനത്തിലും ഔദ്യോഗിക ജീവിതത്തിലും എങ്ങനെയായിരിക്കുക. ഇവിടെയെല്ലാം അവൻ കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നെങ്കിൽ അവൻ ക്രിസ്തുവിൽ, അവൻ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തനായി തീർന്നു. അവൻ എന്തിന് തയ്യാറായി കഴിഞ്ഞു? അവൻ പിശാചിനോട്, അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ അവൻ തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ തയ്യാറായവനോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വെറുതെ ഒരു വാർഫീൽഡിൽ പോയിട്ട് കാര്യമില്ല. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരു സോൾജറായിട്ടാണ് കാണുന്നത്. അവിടെ ദൈവത്തിൻ്റെ സർവായുധവർഗം, ഒരു പടച്ചട്ടയുണ്ട്, അത് ഇടണമെന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അപ്പം നോക്ക്, ഇതെന്തിനു വേണ്ടിയാണ് നമുക്കറിയാം. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയും, ഈ ഒരു സ്പിരിച്വൽ വാർഫെയറിന് വേണ്ടിയാണ്, ഒരു ആത്മീയ യുദ്ധത്തിന് ദൈവം നമ്മളെ തയ്യാറെടുപ്പിക്കുകയാണ്. അപ്പോൾ ഈ ആത്മീയ യുദ്ധത്തിൽ നമുക്കറിയാം ആരാണ് ശത്രു എന്നുള്ളത്. ഇപ്പം നമ്മളിപ്പം വായിച്ച വാക്യത്തിനകത്ത് തന്നെ കണ്ടു, 11-ാമത്തെ വാക്യത്തിൽ തന്നെ കണ്ടു, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ, ടു സ്റ്റാൻഡ് ഫേം എഗൻസ്റ്റ് ദ സ്കീംസ് ഓഫ് ദ ഡെവിൾ. സോ ഒരു കാര്യം നമുക്ക് പറയാം, നമ്മുടെ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. പിശാച് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല, കാണാൻ പറ്റുന്ന ആളല്ല, ഒരു ആത്മീയ മണ്ഡലത്തിലുള്ള ആളാണ്. അപ്പം ഇതാണ് നമുക്കുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ശരീരത്തിലിരിക്കുന്നു, നമുക്ക് കാണാൻ കഴിയാത്തൊരു ശത്രു. പക്ഷേ ആ ശത്രുവിന് നമ്മളെ ഫുള്ളി കാണാനും പറ്റും, അവന് എല്ലാം പ്രവർത്തിക്കാനും പറ്റും. ഈ അഡ്വാൻറ്റേജിനെ എല്ലാം കടത്തി വെട്ടുന്ന മറ്റൊരു അഡ്വാൻറ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോരാടുന്ന ശത്രു എന്ന് പറയുന്നത് പരാജയപ്പെട്ട ഒരു ശത്രുവാണ്. നമ്മൾ അവനെ ഇനിയും പരാജയപ്പെടുത്താനൊന്നുമില്ല. കാരണം കർത്താവ് തൻ്റെ ക്രൂശ് മരണത്തിൽ ഈ പിശാചിനെ അവൻ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തി കഴിഞ്ഞു. കാരണം നമ്മൾ വായിക്കുന്നു, ദൈവപുത്രൻ വന്നിരിക്കുന്നത്, അവൻ വന്നത് പിശാചിൻ്റെയും അവൻ്റെ സകലവിധ പ്രവൃത്തികളെയും അഴിപ്പാൻ, ടു ഡിസ്ട്രോയ് ദ വർക്ക്സ് ഓഫ് ദ ഡെവിൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ പിശാച് പരാജയപ്പെട്ടു പോയി. ആ ക്രൂശിലുള്ള പരാജയം, അവൻ്റെ പരാജയം നമ്മൾ ആയിരിക്കുന്ന ഓരോ മേഖലകളിലും ആ പിശാചിൻ്റെ മേലുള്ള പരാജയത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കർത്താവിൻ്റെ ഭടൻ എന്നുള്ള നിലയിൽ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. അതായത് ആ പരാജയം ദൈവം ക്രൂശ് മരണത്തിലൂടെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ പിശാചിൻ്റെ മേളിലുള്ള ജയം, ആ ജയം നമ്മുടെ ഓരോ മേഖലകളിലും നമ്മൾ അത് വിശ്വാസത്തോടുകൂടി അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് ആ സ്ഥലങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്, വിശ്വാസത്തിലൂടെ അത് അവിടെ നിവർത്തിക്കപ്പെടുക എന്നുള്ളത് മാത്രമാണ് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം. അപ്പോൾ അത് നിവർത്തിക്കണമെങ്കിൽ നമുക്ക് ചില സർവായുധ വർഗം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ഭടൻ എന്നുള്ള നിലയിൽ ദൈവം ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ, അപ്പം നമ്മളിത് മനസ്സിലാക്കണം. അപ്പം ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ, അതായത് പിശാച് പരാജയപ്പെട്ട ഒരു ശത്രുവാണ്, കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ പിശാചിനെ ജയിച്ച് പിശാചിനെ തകർത്ത് കളഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഈ സ്പിരിച്വൽ വാർഫെയറിന് പോകരുത്. നമ്മൾ ആത്മീയ യുദ്ധം ചെയ്യാൻ സന്നദ്ധരല്ല. കാരണം ശത്രുവിനെക്കുറിച്ച് യാതൊരുവിധ ബോധവുമില്ലാത്തവരാണ്. ഇപ്പം നമുക്ക് നമ്മുടെ ശത്രുവിനെക്കുറിച്ച് വളരെ ക്ലിയറാണ്. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞൊരു അഡ്വാൻറ്റേജ്, അവനുണ്ടായിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ഇതിലൂടെ സകലതും പോയിരിക്കുകയാണ്. കാരണം എന്താ? ശരിയാണ്, നമ്മൾ ശരീരത്തിലാണെങ്കിലും യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ശക്തി കൊണ്ടൊന്നുമല്ല, നമ്മുടെ മിടുക്ക് കൊണ്ടുമല്ല, ദൈവത്തിൻ്റെ
സർവായുധവർഗം വെച്ച് തന്നെയാണ് ഈ പരാജയപ്പെട്ട ശത്രുവിനെ നമ്മൾ നേരിടുന്നത്. അപ്പം എന്തിനായിരിക്കാം ഈ സർവായുധവർഗം എന്ന് പറഞ്ഞ ടോപ്പിക്ക് തന്നെ ഇട്ടത് എവിടെയാണ്? ഫാമിലി ലൈഫ്, മക്കളുടെ ബന്ധങ്ങൾ, അതുപോലെ നമ്മുടെ വർക്ക് പ്ലേസ്. ഇപ്പോൾ ഇവിടെ എല്ലാമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വ്യാപരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പിശാച് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെയും ദൈവത്തിൽ അവൻ്റെ അമിത ബലത്തിൽ ശക്തരായിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ ഇവിടെ പിശാചിൻ്റെ പരാജയം ഈ മേഖലകളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഇങ്ങനെയുള്ള ഭടന്മാരെ ഉയർത്തുന്നത് പിശാചിൻ്റെ മേളിൽ എടുത്ത ക്രൂശ് മരണത്തിലൂടെ എടുത്ത ജയത്തെ ഓരോ ഇടങ്ങളിലും കൊണ്ടുവരാനാണ്. ഇപ്പം ചില സഭകളിൽ ചിലപ്പം ഒരുപാട് പിശാചിൻ്റെ ഒരുപാട് കോട്ടകൾ അവനിങ്ങനെ കെട്ടിവെക്കും. അതാണ് പലയിടത്തും ഒരു വളർച്ചയുമില്ലാതെ ഉറക്കം തൂങ്ങിയ അവസ്ഥയിലൊക്കെ പോകുമ്പോൾ അവിടെ ദൈവം പ്രതീക്ഷിക്കുന്നത് ആരെങ്കിലും കുറേ പേരെങ്കിലും അവിടെ സജ്ജരാകുക, ദൈവത്തിലും അവൻ്റെ അമിത ബലത്തിലും ശക്തരായി പിശാചിനോട് പോരാടുന്നെങ്കിൽ അവിടെ ജയം അവിടെ ഉറപ്പാണ്. അത് കാരണം ഈ ജയം നമ്മളവിടെ പരാജയപ്പെടുത്തും. കാരണം ഓൾറെഡി പരാജയപ്പെട്ട കാര്യമാണ്. നമ്മൾ വിശ്വസിച്ച് അത് പ്രാപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായത് ഇപ്പം നമ്മുടെ പാപമോചനത്തിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എല്ലാ മനുഷ്യർക്കുമുള്ളതാണ്. പക്ഷേ എല്ലാ മനുഷ്യർക്കും ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാ മനുഷ്യർക്കും ഫൊർഗീവ്നെസ് കിട്ടുന്നില്ല. ഫൊർഗീവ്നെസ് കിട്ടുന്നത് എപ്പോഴാണ്? അവനവൻ വിശ്വസിക്കുമ്പം മാത്രമാണ്. അപ്പം ക്രൂശ് മരണത്തിലൂടെ ഉണ്ടാകുന്ന എല്ലാ ബെനിഫിറ്റ്സും അങ്ങനെ തന്നെയാണ്. എല്ലാ ബെനിഫിറ്റ്സും വിശ്വാസത്തോടു കൂടി അവിടെ നടപ്പിലാക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഇനി 12-ാമത്തെ വാക്യത്തിൽ മറ്റൊരു കണ്ടീഷനും കൂടി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ നമുക്ക് പാലിച്ചില്ലെങ്കിൽ വി ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ഡെവിൾ. നമുക്ക് പറ്റത്തില്ല. വി ആർ നോട്ട് എക്യുപ്ഡ്. റൈറ്റ് എന്നല്ല, കുറേ കൂടി നല്ല വാക്ക്, നമ്മൾ എക്യുപ്ഡ് അല്ല. പിശാച് നമ്മളെ പരാജയപ്പെടുത്തിയിരിക്കും എന്നുള്ള ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഈ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടെയല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ. അപ്പോൾ ക്ലിയർ ആയിട്ട് നമ്മുടെ ശത്രു ആരാണെന്ന് പറയുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടെ അല്ല. സോ നമുക്ക് അല്പസമയം അവിടെ ഒന്ന് ചിന്തിച്ചിട്ട് മുമ്പോട്ട് നീങ്ങാം. നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടോ നമ്മുടെ ജഡപ്രകാരം റിലേറ്റ് ചെയ്ത് ആരുമായിക്കോട്ടെ, അത് നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലാണേലും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണേലും, നമ്മൾ കൂടുന്ന സഭയിലാണെങ്കിലും, വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിന് ഇടർച്ച വരികയും ഈർഷ്യയും പിണക്കവും ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് പിശാചിനോട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. കാരണം അവർ ഓൾറെഡി പരാജയപ്പെട്ട് അവിടെ ഇരിക്കുക. അപ്പം അവിടെ റിക്കൺസൈൽഡ് ആകുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ പിശാചിന് നമ്മളെ കുറ്റപ്പെടുത്താനുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പം അതുകൊണ്ട് ഈ സ്പിരിച്വൽ വാർഫെയറിൽ വരുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഈ ലോകത്തിൽ 0 ഫ്ലെഷ്ലി എനിമിയെ ഉണ്ടാകാവുള്ളൂ. ഒന്നല്ല, 1 or 2 ആകാവുന്നല്ല. ഒരു വ്യക്തിയും എൻ്റെ ശത്രുവാകാൻ പാടില്ല. ഒരുപക്ഷെ അവർക്ക് നമ്മൾ ശത്രുക്കളായിരിക്കാം, അതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഉള്ളിൽ ഒരു ശത്രുതയോ പിണക്കമോ ഒരു വ്യക്തിയോടും ഉണ്ടാകാൻ പാടില്ല. കാരണം കർത്താവ് ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കുക, കർത്താവിൻ്റെ മുമ്പിൽ യാഗം കഴിക്കാൻ വന്നതിനെക്കുറിച്ച് അത് പഴയ നിയമത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ കർത്താവ് പഠിപ്പിച്ച ഒരു ട്രൂത്താണ്. ഗിഫ്റ്റുമായിട്ട് ഓഫറിങ്ങിന് വന്ന ഒരു വ്യക്തിയോട് കർത്താവ് പറയാം, നിൻ്റെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ നീ അവിടെ പോയി അവന് നിരന്നു കൊണ്ടിട്ട് വന്ന് യാഗമർപ്പിക്കുക. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും പ്രാർത്ഥിച്ച ഒരു കണ്ടീഷൻ വെച്ചത് എന്താണ്? നിങ്ങൾ ഹൃദയപൂർവ്വം നിങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളോട് ക്ഷമിക്കും. മാത്രമല്ല കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പോലും നമ്മൾ എങ്ങനെ ക്ഷമിക്കണമെന്നാണ് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത്. ഞാൻ എൻ്റെ സഹോദരൻ്റെ കടങ്ങളെ ക്ഷമിക്കുന്നത് പോലെ ദൈവമേ എന്നോടുള്ള കടത്തെയും അവിടുന്ന് ക്ഷമിക്കണമേ. അപ്പം നോക്കുക, ഈ ഒരു റിലേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പം നമ്മൾ ക്ലിയർ ആകേണ്ടത്, എൻ്റെ പോരാട്ടം ഒരു ജഡരക്തങ്ങളുമായിട്ടും എനിക്ക് ഒരു യുദ്ധമില്ല. അവരെത്ര ചിലപ്പോൾ നമുക്ക് വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ നമ്മളോട് പെരുമാറിയിരിക്കും, എന്നാലും എനിക്ക് അവരോട് 0 ഹേറ്റ്രഡേ ഉള്ളൂ.
അതിനുള്ള കൃപയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. അങ്ങനെ നമ്മൾ കൃപ പ്രാപിക്കുമ്പോൾ ഈ 10ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും. സി, then only you will be equipped to fight against the devil. പിശാചിനെതിരെ പോരാടാൻ പറ്റും. ഇങ്ങനെ ഒരു കൂട്ടം ആളുകളെയാണ് ചേർച്ചിലും നമ്മുടെ ഭവനങ്ങളിലും ഒക്കെ ഉണ്ടാവേണ്ടത്. കാരണം ബാക്കിയുള്ളവരെയും ഈ ഒരു ദുരിതങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ there must be such kind of people. ഇങ്ങനത്തെ ഒരു കൂട്ടം ആളുകൾ, ശക്തരായ ആളുകൾ അവിടെ ഉണ്ടാകണം. നമ്മളെല്ലാവരും, ഓരോ വിശ്വാസിയും ഈ പോയിന്റിൽ എത്താൻ, ഈ കർത്താവിൻ്റെ ഭടനായിട്ട് ഈ ഭൂമി ജീവിക്കാൻ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സോ ദാറ്റ് നമ്മൾ ഒരുപാട് പേർക്ക് നമ്മൾ അനുഗ്രഹമായി തീരും. ഒരുപാട് പേരുടെ ആത്മീയ ജീവിതത്തെ ഉണർത്താനും ഉയർത്താനും അതൊക്കെ ഇടയായി തീരും. എന്നിട്ട് നമ്മൾ ഇവിടെ വായിച്ചു നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെ ആരോടാണ്? വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മസേനകളോടും. അപ്പോൾ ഇതൊരു സ്പിരിച്വൽ തലത്തിലുള്ള ഒരു യുദ്ധമാണെന്നറിയാം. അപ്പോൾ പക്ഷേ പഴയ നിയമത്തിൽ ഇങ്ങനൊരു കാര്യം, പിശാചിനോട് യുദ്ധം ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വളരെ ആകെ കൂടി നമുക്കൊന്ന് കാണാൻ പറ്റുന്നത് ദാനിയേലിൻ്റെ കാര്യത്തെക്കുറിച്ച്, ഇയ്യോബിനെ, പിന്നെ അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവവും പിശാചും തമ്മിലുള്ള സംസാരവും കാര്യങ്ങളുമാണ്. നേരിട്ട് ഇയ്യോബിന് ഒരു യുദ്ധമായിട്ടോ അങ്ങനെയൊന്നും നമ്മളവിടെ കാണുന്നില്ല. പക്ഷെ പുതിയ നിയമത്തിലാണ് ഈ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറഞ്ഞ് വരുന്നത്. പക്ഷെ പഴയ നിയമത്തിൽ നമുക്കിതിൻ്റെ ഒരു നിഴലായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം, യഹൂദന്മാരുടെ ഇടയിൽ അവരുടെ ദൈവം വാഗ്ദാനം ചെയ്ത സ്ഥലത്ത് ചെന്നപ്പോൾ അവർക്ക് യുദ്ധങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ജാതികളായിട്ടുള്ളതുമായിട്ടെല്ലാം യുദ്ധമുണ്ടായിരുന്നു. ആ യുദ്ധം എന്തുമായിരുന്നു? ജഡീക യുദ്ധമായിരുന്നു, ജഡരക്തങ്ങളോടുള്ള യുദ്ധമായിരുന്നു. ഉപയോഗിച്ച വെപ്പൺസ് എല്ലാം ജഡീകമായിരുന്നു. പക്ഷേ ഇന്ന് ദൈവം നമ്മളോട് പറയുന്നു, കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മുടെ പോരിൻ്റെ ആയുധമോ ജഡീകങ്ങളല്ല, ദൈവസന്നിധിയിൽ ബലമുള്ള ദൈവത്തിൻ്റെ സർവ്വായുധ വർഗമാണ്. അതെന്ത് ചെയ്യും? നമുക്ക് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി വരുന്ന എല്ലാ സങ്കല്പങ്ങളെയും എല്ലാ വിചാരങ്ങളെയും ക്രിസ്തുവിലുള്ള അനുസരണത്തിൽ പിടിച്ചടക്കും. സോ നമുക്ക് ഈ ഒരു ബോധ്യം ഉണ്ടാവണം. ഇല്ല എങ്കിൽ നമ്മൾ എക്യുപ്ഡ് അല്ല, നമ്മൾ ഈ സ്പിരിച്വൽ വാർഫെയറിന് എക്യുപ്ഡ് അല്ല. അതിനുവേണ്ടി നമ്മൾ ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തുക. കർത്താവെ, എനിക്കൊരു ജഡരക്തവുമായിട്ടും എനിക്കൊരു യുദ്ധത്തിനും ഇടയാവരുത്. ഉണ്ടെങ്കിൽ അത് നിരപ്പ് പ്രാപിക്കുക, ദൈവസന്നിധി നിരപ്പാകുക. എന്നിട്ട് നമുക്ക് അടുത്ത വേർഡിലേക്ക് വരാം. 13ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊണ്ടിരുന്നു. അവിടെ ആ മിഷൻ പറയുക, എന്തിനാണ് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കാൻ പറഞ്ഞത്? so that you will be able to resist in the evil day. ഈ വരുന്ന ഓരോ ദിവസവും ഇത് ദുഷ്കാലമാണ്. കാരണം പിശാച് അവൻ്റെ വൻ ശക്തിയോടുകൂടി ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വായിക്കുന്നു, നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ലോകവുമായുള്ളതൊക്കെയും പിശാചിൻ്റെ അധീനതയിൽ കഴിയുകയാണ്. സോ സൈറ്റൻ ഈസ് സോ പവർഫുൾ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ അവൻ വളരെ ശക്തനാണ്. ആ ശക്തനായവനെ നമ്മളെങ്ങനെയാണ്? നമ്മുടെ ജഡത്തിലാണ് നമ്മൾ അവനോട് യുദ്ധം ചെയ്യുന്നെങ്കിൽ നമ്മൾ വീക്കാണ്, ദ വീക്കസ്റ്റ്. നമ്മളെ പ്രയാസം നമ്മളെ ചെയ്യും. പക്ഷേ നാം പോകുന്നത് ദാവീദ് ഗൊലിയാത്തിൻ്റെ അടുത്ത് പോയതുപോലെയാണ്. ദാവീദ് ഗൊലിയാത്തിൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം മിടുകൊണ്ടോ കവട കൊണ്ടോ ഒന്നും അല്ല നിൻ്റെ മുമ്പിൽ വരുന്നത്, നീ നിന്ദിച്ച യഹോവയുടെ നാമത്തിൽ ഞാൻ നിനക്കെതിരെ വരുന്നു എന്ന് പറഞ്ഞതുപോലെ നാം ചെല്ലുന്നത് കർത്താവിൻ്റെ അധികാരത്തിലാണ്, അല്ലേ? ആ സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ. നാം കർത്താവിനും അവൻ്റെ അമിത ബലത്തിലുമാണ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഞാൻ ഈ പോരാടുന്നവൻ അവൻ ആരാ? അവൻ ഓൾറെഡി പരാജയപ്പെട്ടവനാണ്. അപ്പം അതുകൊണ്ട് റെസിസ്റ്റ് ഇൻ ദ ഈവിൾ ഡേ ആൻഡ് ഹാവിങ് ഡൺ എവറിത്തിങ് ടു സ്റ്റാൻഡ് ഫേം. എന്തിനു വേണ്ടിയാ? സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും, ടു സ്റ്റാൻഡ് ഫേം, ഉറച്ചു നിൽക്കാൻ വേണ്ടി എനിക്ക് സർവായുധ വർഗം തരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ അവൻ ഉണ്ടാക്കുന്ന സകലവിധ സങ്കല്പങ്ങളും എല്ലാ ദൈവസന്നിധിയിൽ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ദൈവസന്നിധി ശ്രേഷ്ഠവും ശക്തിയുള്ളതുമാണ്. എന്തിനാണ്?
അവൻ ഉണ്ടാക്കുന്ന എല്ലാ കോട്ടകളെയും ഇടിച്ചു കളയുവാൻ. ഇപ്പം നമ്മൾ ഈ സോൾജേഴ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എവിടെയൊക്കെ പിശാച് ഫോർട്രസ് കെട്ടുമോ അതിനെയെല്ലാം തല്ലിക്കെടുത്താൻ വേണ്ടി നിയമിച്ചിരിക്കുന്നവരാണ്. അതിന് മുന്നോടിയായിട്ട് വേണ്ടത് എന്താ? നല്ലൊരു സാക്ഷ്യമുള്ളൊരു ജീവിതം നമുക്കിവിടെ ഉണ്ടാവണം. അങ്ങനെയുള്ളവരെ അവന് തൊടാൻ പറ്റില്ല, അവനൊരിക്കലും തൊടാൻ പറ്റില്ല. അവൻ്റെ ഒരു വിക്കറ്റ് സ്കീംസും അങ്ങനെയുള്ള ദൈവഭക്തന്മാരിരിക്കുന്നത് വരാൻ പോലും സാധിക്കില്ല. സോ നോക്കിയേ, നമ്മുടെ ഓരോരുത്തരുടെയും ചാലഞ്ചും നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹവും അത് തന്നെ ആയിരിക്കണം. സോ ദാറ്റ് നമ്മൾ ഓരോരുത്തരും ഒരുപാട് പേർക്ക് ബ്ലെസ്സിങ്സ് ആയിട്ടിടയായിത്തീരും. എന്നിട്ട് 14ാമത്തെ വാക്യം പറയുകയാണ് നമുക്ക്. ഓക്കെ, അപ്പോൾ 14ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പം അവിടെ ഒരു 7 കൂട്ടം പീസസ് ഓഫ് ആർമർ, സർവായുധ വർഗത്തിൻ്റെ 7 പീസസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സോൾജേഴ്സിനിടുന്ന, അപ്പോൾ അന്നത്തെ റോമ സോൾജേഴ്സിനുണ്ടായിരുന്ന ഒരു യൂണിഫോമായിട്ടുള്ളൊരു കമ്പാരിസനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവർക്കുണ്ടായിരിക്കുന്ന ആർമറി, സർവായുധ വർഗം, അതിൻ്റെ ഓരോ പീസസ് ആയിട്ടാണ് ഇന്ന് ഇത് കോറിലേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ 7 കൂട്ടം കാര്യങ്ങൾ അവിടെ കാണുന്നു. നമുക്ക് 14ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. സോ ദ ഫസ്റ്റ് തിങ് അവിടെ പറയുകയാണ്, സർവായുധ വർഗം എന്തൊക്കെയാണ് നമ്മൾ ധരിക്കേണ്ടത്. സോ ഈ സർവായുധ വർഗത്തിലുള്ള ഫസ്റ്റ് പീസ് അവിടെ പറയുന്നത് ബെൽറ്റാണ്. ഈ ബെൽറ്റ് നിങ്ങളുടെ അരയ്ക്ക് കെട്ടി. അപ്പോൾ ഏതൊരു സോൾജറിനെ നോക്കുമ്പോഴും അയാളുടെ ഫുൾ ആർമറിനെ ശരിക്കും ബൈൻഡ് ചെയ്തിടുന്ന ഒരു കാര്യം തൻ്റെ അരയിൽ കെട്ടുന്ന ബെൽറ്റാണ്. ഈ ബെൽറ്റിനെ ബൈബിൾ നമ്മൾ ആത്മീയമായിട്ട് എന്താണ് അതിനെ വിശേഷിപ്പിക്കുന്നത്? എന്തായിട്ടാണ്? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. സോ the belt is defined as, or belt is correlated as truth. സത്യമായിട്ട് അതിനെ ഉപമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പിശാചിൻ്റെ മുമ്പിൽ ഒരിക്കലും പതറാതെ നിൽക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും അധികമായിട്ട് വേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സത്യസന്ധരായി തീരുക. സോ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പെർഫെക്ഷനേക്കാളും, അല്ലെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെർഫെക്ഷനേക്കാളും ദൈവം നമ്മളിൽ നിശ്ചയിക്കുന്നത് നമ്മളുടെ സത്യസന്ധതയാണ്. നമുക്ക് 2-3 ഉദാഹരണങ്ങളൊന്ന് നോക്കാം. ഇപ്പം നോക്കാം. കർത്താവ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 13ാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം, അത് ചുങ്കക്കാരനും പരീശൻ്റെയും പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ പ്രാർത്ഥിക്കാൻ പോയി. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന. ചുങ്കക്കാരന് ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ, പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ. സോ ഇതൊരു ഹോണസ്റ്റ് ആയിട്ടുള്ള, വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രയറാണ്. സോ ദൈവം, എന്നിട്ട് നമ്മൾ വായിക്കുന്നു, ആ ടാക്സ് കളക്ടർ നീതീകരിക്കപ്പെട്ടു പോയതായിട്ട് നമ്മൾ വായിക്കുന്നു. അതുപോലെ നമ്മൾ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ലൂക്കോസ് 19-ന്റെ 8-ാമത്തെ വചനം വായിക്കുമ്പോൾ, സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവെ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. ഓക്കെ, അഗെയിൻ ഇവരാരും പെർഫെക്റ്റ് ആൾക്കാരൊന്നുമല്ല. ഇവരെല്ലാവരും പാപികളാണ്, കുറവുള്ളവരാണ്. അവരുടെ ഒരു വലിയ അഡ്വാൻറ്റേജ്, ദൈവം രണ്ടിടത്തും, ടാക്സ് കളക്ടറിൻ്റെ കാര്യത്തിലും സക്കായുടെ കാര്യത്തിലും നീതീകരിക്കപ്പെട്ടു. സക്കായോട് പറഞ്ഞു, ഇന്ന് നീ എബ്രഹാമിൻ്റെ സന്തതിയായിരിക്കുന്നു എന്ന് അവിടെ സർട്ടിഫൈ ചെയ്യുവാണ്. ഈ രണ്ടിടത്തും നമ്മൾ കാണുന്ന ഒരു കാര്യം, they were truthful, they were honest before the Lord. അപ്പോൾ നോക്കുക, നമുക്കറിയാം ഈ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച അനന്യാസും സഫയറയും, അവിടെ എന്താ സംഭവിച്ചത്? അവിടെ സംഭവിച്ച അവരുടെ കള്ളത്തരമാണ്. അവർ ഓണസ്റ്റ് അല്ലായിരുന്നു. അവരോട് ദൈവം ഒരിക്കലും അവരോട് പറഞ്ഞില്ല, നിങ്ങൾ വിറ്റ് നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടുപോയി അപ്പസ്തലന്മാരുടെ കാലിൽ വെക്കാൻ അവരോട് ഒരു നിർദ്ദേശവും സഭയ്ക്ക് കൊടുത്തിട്ടില്ല. ഇന്നും അങ്ങനൊരു നിർദ്ദേശം സഭയ്ക്കില്ല. പക്ഷേ
നമ്മൾ ദൈവത്തിന് മുമ്പിൽ കളവ് ചെയ്യുക എന്ന് പറയുന്നത്, ഓണസ്റ്റ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സീരിയസ് ആണ്. ഇപ്പം നമ്മൾ ദൈവമക്കള് സത്യസന്ധതയില്ലാതെ നമ്മൾ പെരുമാറുമ്പം നമ്മുടെ ബെൽറ്റ് ലൂസ് ആവുകയാണ്. ബെൽറ്റ് ലൂസ് ആകുമ്പം എന്താ സംഭവിക്കുന്നത്? ശരിക്കും ഒരു സോൾജറിനെ സംബന്ധിച്ച് താൻ അരയ്ക്ക് കിട്ടുന്ന ബെൽറ്റാണ് തൻ്റെ പാൻറ്റും അല്ലെങ്കിൽ തൻ്റെ മേളിലിടുന്ന ഷർട്ട് ഒക്കെ ഇൻടാക്റ്റായിട്ട്, തൻ്റെ യൂണിഫോമിനെ ഇൻടാക്റ്റായിട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. തൻ്റെ പാൻറ്റ് ലൂസാകുമോന്നോ അല്ലെങ്കിൽ ഷർട്ട് ടക്കിൻ ചെയ്യുന്നത് വെളിയിൽ പോകുമെന്നോ ഒന്നും ഒരു പേടിയും വേണ്ട. കാരണം ബെൽറ്റ് ഇൻടാക്റ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇറ്റ് ഗിവ്സ് ഇമ്മൻസ് കോൺഫിഡൻസ് ബിഫോർ ദ ലോർഡ്. കർത്താവിൻ്റെ മുമ്പിൽ ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ നമുക്ക് കൊണ്ട് സാധിക്കും. മാത്രമല്ല പിശാചിൻ്റെ മുമ്പിലും കോൺഫിഡൻ്റ് ആണ്. പിശാചിന് നമ്മളെ കുറ്റപ്പെടുത്തുവാൻ ഒന്നുമില്ല. ശരിയാണ്, നമ്മൾ കുറവുള്ളവരാണ്. പക്ഷെ നമ്മുടെ ഓണസ്റ്റി കാരണം, സത്യസന്ധത കാരണം എവിടെ നമുക്ക് കുറവുണ്ടെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ ഒരു മനസ്സുള്ളിടത്തോളം കാലം പിശാചിന് നമ്മളെ കുറ്റപ്പെടുത്താനേ സാധിക്കത്തില്ല. കാരണം നമ്മൾ ദൈവസന്നിധി നമ്മളെ തന്നെ ഏറ്റുപറയുമ്പോൾ നമ്മളോട് ക്ഷമിപ്പാൻ തക്കാണ് നീതിമാനും വിശ്വസ്തനുമായ ഒരു ദൈവമാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് കൂടെ തെറ്റ് ചെയ്ത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. ഞാൻ ആ ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. നമ്മൾ എന്തായാലും കർത്താവിൻ്റെ ഭടനായിട്ട് ജീവിക്കുന്നെങ്കിൽ അവരെപ്പോഴും സീരിയസ് ആയിരിക്കും അവരുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച്. ഇനിയും നമുക്ക് മറ്റൊരു കാര്യം, സങ്കീർത്തനം 51:6 അവിടെ അത് നമുക്കറിയാം, ദാവീദ് എഴുതിയൊരു സങ്കീർത്തനമാണ്. ദാവീദ് പ്രത്യേകിച്ചും അവൻ ബത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത്. അപ്പം തനിക്കൊരു പാപബോധമൊക്കെ ഉണ്ടായപ്പോൾ താൻ ചമച്ച ഒരു കാര്യം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു ട്രൂത്ത് തനിക്ക് റിവീൽഡ് ആയതാണ്. അതിൻ്റെ 6 വാക്യത്തിൽ പറയുകയാണ്, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഡിസയർ എന്ന് പറയുന്നത് അവർ ഇൻവേർഡ് ട്രൂത്താണ്, അല്ലേ? സോ ഇത് വീണ്ടും നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കുകയാണ്, നമ്മളെ ഒരുപാട് കോൺഫിഡൻ്റ് ആക്കുകയാണ്. കോൺഫിഡൻറ്റ് സോൾജേഴ്സ് ആ വാർ ഫീൽഡിൽ നമ്മളെ ശക്തരാക്കുകയാണ്. കാരണം നമുക്ക് അത്രത്തോളം ഒരു ധൈര്യമാണ് നമുക്കത് കിട്ടുന്നത്. നമ്മൾ ആസ് ലോങ് ആസ് വി ആർ ട്രൂത്ത്ഫുൾ, നമ്മൾ സത്യസന്ധരാകുമ്പോൾ. മാത്രമല്ല നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, നിന്റെ വചനമല്ലയോ സത്യം, യുവർ വേർഡ് ഇസ് എ ട്രൂത്ത്. അപ്പം ഈ ട്രൂത്തിനെ സ്നേഹിക്കുന്നവർ ഡെഫിനറ്റ്ലി അവർ വളരെ ഓണസ്റ്റ് ആയിരിക്കും, അവർ സത്യസന്ധരായിരിക്കും. അപ്പോൾ ഈ ട്രൂത്തിനെ സ്നേഹിക്കുന്ന ഏത് വ്യക്തിയും അവർ കർത്താവിൻ്റെ മുമ്പിലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് നിൽക്കാൻ പറ്റും. ഈ യുദ്ധക്കളത്തിൽ അവർ പിശാചിൻ്റെ മുമ്പിലും വളരെ ധൈര്യത്തോടു കൂടി അവർക്ക് നിൽക്കാൻ സാധിക്കും. അവരെ ആ ഒരു മേഖലയിൽ തോൽപ്പിക്കാനേ പറ്റില്ല. കാരണം അവർക്കറിയാം, അവർ ആ വേർഡിനെ, ദൈവത്തിൻ്റെ വചനത്തെ, അത് സത്യമാകുന്ന ദൈവത്തിൻ്റെ വചനത്തെ അവർ മുറുകെ പിടിച്ചിരിക്കുകയാണ്. കാരണം സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ട്രൂത്ത് അറിഞ്ഞ ട്രൂത്ത് നമ്മളെ ഫ്രീ ആക്കി, നമ്മളെ കൂടുതൽ നല്ല പോരാളികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സത്യത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, ഇപ്പം ദൈവത്തിൻ്റെ വചനം നമുക്കൊരു കാര്യം വെളിപ്പെടുത്തി തന്നിട്ട് അതിനകത്ത് സത്യസന്ധരല്ലാത്ത ആളുകളുണ്ട്, അതിനകത്തോട് മുഖം മറച്ചു കളയുന്ന ആളുകളുണ്ട്. തെറ്റാണെന്ന് ദൈവം മനസ്സിലാക്കി തന്നിട്ടും അത് മനസ്സിലാക്കാതെ പോകുന്നെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഡേഞ്ചറും കൂടി വായിച്ചിട്ട് നമുക്ക് അടുത്ത വചനത്തിലേക്ക് കടക്കാം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൈക്കൊള്ളാകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. എങ്ങനെ ഭവിക്കും? സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിയെ അയക്കുന്നു. നോക്കി, ഇതാണ് ട്രൂത്ത്. നമ്മൾ ട്രൂത്തിനെ സ്നേഹിച്ചില്ലെങ്കിൽ, അതായത് ഇത്രയേ ഉള്ളൂ, ദൈവത്തിൻ്റെ വേർഡ് നമുക്കൊരു റെവലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു വെളിച്ചം തന്നിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ഇറ്റ്. ഓണസ്റ്റി ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് മനസാക്ഷിയിൽ സത്യസന്ധമായ ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ അവരെ സ്വീകരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ മറുതലിച്ചുകൊണ്ടിരിക്കും, ദൈവം എന്തോ ചെയ്യും. ദൈവത്തോട് ട്രൂത്ത്ഫുൾ അല്ലെങ്കിൽ ദൈവം ഭോഷ്ക്ക് വിശ്വസിക്കുന്നതിലേക്ക് നമ്മളെ തള്ളിവിടും. എന്ന് പറഞ്ഞാൽ അയാളുടെ ലൈഫ് തന്നെ പോയി. ദൈവം അങ്ങനെ തള്ളിവിട്ടാൽ വേറെ ആര് വിചാരിച്ചാലും പിന്നെ തിരികെ കൊണ്ടുവരാൻ കഴിയുകയില്ല.
ഓക്കെ, അപ്പം അതാണ് ബെൽറ്റിനെ കുറിച്ച് നമ്മളൊന്ന് അല്പമായിട്ട് ചിന്തിച്ചു. നമുക്ക് അടുത്ത കർത്താവിൻ്റെ ആർമറിൻ്റെ പീസിനെ കുറിച്ചുമാണ്. അടുത്ത ഏത് പീസാണ്? ഒന്ന് ബെൽറ്റ്, രണ്ടാമതായിട്ട് പറയുകയാണ് സത്യം കെട്ടിയും നീതി, അതായത് 14ാമത്തെ സെൻറ്റൻസ് 6:14, നീതി എന്ന കവചം ധരിച്ചു. അടുത്ത പീസ് എന്ന് പറയുന്നത് കവചമാണ്. കവചം അല്ലെങ്കിൽ ബ്രസ്റ്റ് പ്ലേറ്റ്. നമുക്കറിയാം ഈ ബ്രസ്റ്റ് പ്ലേറ്റ് സോൾജേഴ്സ് ധരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ വൈറ്റൽ ഓർഗൻസ് ലൈക്ക് ഹാർട്ട്, ലങ്സ്, ലിവർ, ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി മുൻവശത്ത് ഇടുന്ന ഒരു പടച്ചട്ടയാണ് എന്താ പറയുന്നത്, ദ ബ്രസ്റ്റ് പ്ലേറ്റ് അല്ലെങ്കിൽ കവചം. ആ കവചത്തെ വിളിച്ചേക്കുന്നത് എന്താണ്? ആത്മീയമായിട്ട് ആ കവചത്തിൻ്റെ പേര് നീതി എന്നാണ്. ഈ നീതി ദൈവം തരുന്ന നീതി, ദൈവത്തിൻ്റെ നീതിയാണ്, നമ്മുടെ നീതിയല്ല. ഇപ്പം നമ്മൾ പിശാചിനോട് യുദ്ധം ചെയ്യുന്ന വ്യക്തികളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും സ്വന്തം നീതി കൊണ്ട് അവനോട് ഒരിക്കലും ജയിക്കാൻ കഴിയുകയില്ല. കാരണം നമ്മൾ താളടിയായി പോകും. നമ്മുടെ നീതിയിൽ നമ്മൾ നിൽക്കുവാണെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല, പിശാചിൻ്റെ മുമ്പിൽ യുദ്ധം ചെയ്യാനും കഴിയില്ല സ്വന്തം നീതിയിൽ. അപ്പോൾ ഇവിടെ ഈ നീതി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് രണ്ടായിട്ട് കാണാൻ പറ്റും. ഒന്ന്, ദൈവം നമ്മൾ തന്നിരിക്കുന്ന നീതി, ദാറ്റ് ഈസ് ദ ഇംപ്യൂട്ടഡ് റൈച്ചസ്നസ്, വിശ്വാസത്തിലൂടെ നമുക്ക് ലഭ്യമായ നീതീകരണം. അതായത് നമ്മളെല്ലാവരും പാപികളായിരുന്നു. ഈ പാപ കുഴിയിൽ നിന്നും നമ്മളെ നീതീകരിക്കുന്നത് ദൈവമാണ്. അതായത് കർത്താവായ യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുമ്പോൾ ആ മരണം, ആ ക്രൂശ് മരണം എനിക്ക് പ്രയോജനമായി തീരുകയാണ്. എനിക്ക് പകരം ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് മരിച്ച് അവൻ എനിക്ക് നീതിയായി തീർന്നു. അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത് ആരുടെ നീതിയിലാണ്? ക്രിസ്തുവിൻ്റെ നീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. ദാറ്റ് ഈസ് ദ ഇംപ്യൂട്ടഡ് റൈച്ചസ്നസ് ആൻഡ് ദാറ്റ് കെയിം ബൈ ഫെയ്ത്ത്. അത് പ്രവൃത്തി കൊണ്ടല്ല. നമ്മൾ ആരും നീതീകരിക്കപ്പെട്ടത് നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല, വിശ്വാസം മൂലമാണ്. ഇനി മറ്റൊരു കാര്യം, വൺസ് നീതീകരിക്കപ്പെട്ട ദൈവ മക്കൾക്ക് പിന്നീടുള്ള ഒരു ജീവിതം ദൈവത്തിൻ്റെ നീതിയിലായിരിക്കണം. അവർക്ക് സ്വന്തം നീതിയിൽ പിന്നെ ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ബോധിച്ചതുപോലെ ജീവിക്കുക എന്നല്ല, ദൈവം ഓരോ കാര്യത്തിലും ഒരു നീതി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഔദ്യോഗിക ജീവിതത്തിൽ നമ്മൾ ചെയ്യുമ്പം മറ്റുള്ളവരെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല, ദൈവം നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതുപോലെ പോകണം, അപ്പനും അമ്മയോടും എങ്ങനെ പെരുമാറണം, ലോകത്തിലുള്ള എല്ലാവരും ഇങ്ങനെയാണ് പെരുമാറുന്നത്, അത് കാര്യമില്ല. കർത്താവിൻ്റെ വേർഡ് എന്താണോ പറയുന്നത് അതാണ് ചെയ്യേണ്ടത്, അല്ലേ? ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ, എല്ലാ ഭാര്യയും ഭർത്താക്കന്മാരുടെ ഇടയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ലേ ബൈബിള് പറയുന്നത് പോലെ നമ്മൾ ജീവിച്ചേ മതിയാവും. അല്ലാതെ അപ്പം അവിടെ എല്ലാത്തിനും ഒരു ദൈവിക നീതിയുണ്ട്. ഈ നീതിയുടെ അവസാനം എന്താണ്? എല്ലാം ദൈവത്തിൻ്റെ നീതിയിലൂടെ ജീവിക്കുമ്പോൾ ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ലവാണ്. അപ്പം നമുക്കൊരു വചനം കൂടി വായിക്കാം. 1 തെസ്സലോനിയർ 5:8 കൂടി വായിക്കാം. ഓക്കെ, 5:8, നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും. ഓക്കെ, ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കവചം എന്തായിട്ടാണ്? വിശ്വാസവും സ്നേഹവും. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ചു നീതി എന്ന കവചം. ഇത് പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയപ്പോൾ ഈ ബ്രസ്റ്റ് പ്ലേറ്റിനെ വിളിച്ചേക്കുന്നത് വിശ്വാസവും സ്നേഹവും. നമുക്ക് അറിയാം പടച്ചട്ടയിൽ പിന്നെ വിശ്വാസത്തെക്കുറിച്ച് വരുന്നുണ്ട്. ഈ ഫെയ്ത്ത് എന്തായിരുന്നു? ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ലവ്. ഞാനിപ്പോൾ പറഞ്ഞു നീതി എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇംപ്യൂട്ടഡ് റൈച്ചസ്നസ്, നാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസം മൂലമാണ്. രണ്ട്, ഈ ദൈവത്തിൻ്റെ നീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ലവാണ്, ഗാഡ്സ് ലവ്. ആ ദൈവിക സ്നേഹം നമ്മളിൽ നമ്മുടെ ഭാഗമാകുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു നേച്ചർ ഗോഡ്ലി ലവോടുകൂടി നമുക്ക് സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പം ഇവിടെ ഇതാണ് ആ നീതിയുടെ റിസൾട്ട്. ആ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നസ് ധരിക്കുമ്പം ഒന്ന് സ്വന്തം നീതിയല്ല, പരിപൂർണമായിട്ടും ഞാനിവിടെ എൻ്റെ സ്വന്തം നീതിയിൽ ഡിസ്ക്വാളിഫൈഡ് ആണ്. കർത്താവ് എന്നെ നീതീകരിച്ചുകൊണ്ട് മാത്രം ഞാനിവിടെ ഇന്ന് കുറ്റബോധമില്ലാതെ നിൽക്കുന്നു. രണ്ട്, എനിക്കിനിയും ജീവിക്കാനുള്ളത് കർത്താവിന് വേണ്ടിയാണ്, കർത്താവിൻ്റെ നീതി പ്രകാരമാണ്. അങ്ങനെയെങ്കിൽ എനിക്കിവിടെ വെളിവാകേണ്ടത് കർത്താവിൻ്റെ സ്നേഹത്തെയാണ്. സോ ഇതാണ് ആ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ലവ് എന്ന് പറയുന്നത്. അപ്പം
നമ്മളിന്ന് കർത്താവിൻ്റെ സർവായുധ വർഗത്തിലെ 2 പീസസ് കണ്ടു. ഒന്ന് സത്യം, അരയ്ക്ക് സത്യമെന്ന ബെൽറ്റ് കെട്ടുക. 2 ബ്രസ്റ്റ് പ്ലേറ്റ് അല്ലെങ്കിൽ കവചം, അതെന്താണ്? നീതി. ആ നീതി 2 കാര്യങ്ങളുണ്ട്. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ചു. വിശ്വാസവും സ്നേഹത്തിലൂടെയാണ് ഈ 2 നീതിയും. ഒന്ന്, വിശ്വാസത്തിലൂടെ നീതീകരണം പ്രാപിച്ചു. ആ നീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിലൂടെ ഉത്ഭവിക്കുന്നത് സ്നേഹമാണ്. സോ അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ നീതി ഈ കവചമെന്ന് പറയുന്നത് വിശ്വാസ സ്നേഹമെന്ന കവചം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ബാക്കി ഉള്ള പീസസ് കൂടി നമുക്ക് നോക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.